വെൽക്കം ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ടോപ്പിക് ഉണ്ടായിരുന്നു, നാർസിസ്റ്റിക് ആയിട്ടുള്ള അമ്മമാർ അവരുടെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ എന്തായിരിക്കും എന്നായിരിക്കും നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കുന്നത്. സോ മിക്കവരും അനുഭവിച്ചിട്ടുണ്ടാകും, മക്കളെ പെൺകുട്ടികളാകുമ്പോൾ തെറാപ്പി എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അവർക്ക് ഒരു രീതിയിലൊരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവർ ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ്. അവരുടെ കാര്യം അസേർട്ട് ചെയ്ത് പറയാമെന്ന് പറയും, യെസ് അല്ലെങ്കിൽ നോ. ഇത് പറയാനുള്ള ധൈര്യമില്ലാത്ത മിക്ക പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവരുടെ അമ്മമാർ സ്വാഭാവികമായിട്ടും ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള അമ്മമാരായിരുന്നിരിക്കാം. നാർസിസ്റ്റിക് അമ്മമാർക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, അവർ ഈ മക്കളെ തമ്മിലടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഈ തമ്മിലടിപ്പിക്കുമ്പോൾ ഇവർക്ക് ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസും കിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ഒരു സിറ്റുവേഷനായിട്ട് അവർ ഫീൽ ചെയ്യുക. ദേ ഹാവ് നോ സെൽഫ് എസ്റ്റീം. അവർക്ക് അവരെ തന്നെ ഒരു ഇൻറ്റൻസീവായിട്ട് ദേ കെൻ നോട്ട് പെർഫോം. ഏത് ജോലിയാണെങ്കിലും ഇതിനാണ് ദേ കെ നോട്ട് പെർഫോം. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് അവർ പോകാൻ തുടങ്ങും. അതിനെയാണ് പറയുക, അവർ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകും. എപ്പോഴും ഒരു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊരു വാലിഡേഷൻ വേണമെന്ന് പറയും. ഇപ്പോൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു വേറെ ഒരാളോട് ചോദിക്കുക, അഭിപ്രായം ചോദിച്ചിട്ട് ഇത് നല്ലതാണോ, ഇത് മോശമാണോ. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി അത് ഡ്രസ്സ് മേടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മേടിക്കുന്നതിന് മുമ്പ് അമ്മേനെ വിളിക്കും, മേടിച്ചതിന് ശേഷം അമ്മേനെ വിളിക്കും, ഇത് മേടിച്ചുകൊണ്ടിരിക്കും പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ വിളിക്കും. ഇത് ഓക്കെ ആണോ എന്ന് അവർക്ക് തന്നെ അറിയില്ല അത് ശരിയാണോ. കാരണം ഓൾറെഡി അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത് നീ ചെയ്യുന്നതൊക്കെ ശരിയല്ല, ഞാൻ പറയുന്നതേ ചെയ്യാവുള്ളൂ എന്ന രീതിയിലാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോ ദേ ഹാവ് ഓവർ ഡിപ്പെൻഡൻസി ഓൺ അതേഴ്സ്. മറ്റുള്ളവരിൽ ഒരു ഡിപ്പെൻഡൻസി ഫീൽ ചെയ്യാന്നുള്ളൂ. ഈ അമ്മമാർക്ക് അറിയില്ല ഈ മക്കൾ ഇങ്ങനെ ആവുന്നുള്ളത്. ഈ പെൺകുട്ടികൾ സ്വാഭാവികം പിന്നെ വളർന്നു വന്നു കഴിയുമ്പോൾ ഇതേ ട്രേറ്റ് നിന്ന് മാറില്ല. അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല. അടുത്തായിട്ട് അവർ ഒരു ഫിയർ ഓഫ് അബാൻഡൻ ഉണ്ടാവും. എപ്പോഴും തന്നെ ഉപേക്ഷിക്കപ്പെടുമോ, താൻ തനിച്ചാക്കപ്പെടുമോ എന്നുള്ള ഒരു ഫിയർ ഉണ്ടാവും. അപ്പോൾ ഈ ഫിയർ സാധാരണ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ആങ്സൈറ്റി ആയിരിക്കും. ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ഒരു സ്ഥലത്ത് തനിച്ച് പോകാനറിയില്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനറിയില്ല. അവരെ ആരും കൂടെ വേണം. ഒരു അബാൻഡൻ ചെയ്യപ്പെടും, മറ്റുള്ളവർ അവരെ കളിയാക്കും, അവർക്ക് ഒരു രീതിയിലൊരു റെസ്പെക്റ്റ് കൊടുക്കില്ല എന്നുള്ളൊരു ഫിയറും കൂടെ ഉള്ളിൽ ജനറേറ്റ് ആയി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവർ ഡെയിലി ലൈഫിലേക്ക്, ഒരു മാരേജ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക്. കാരണം പറയുന്ന ആൾ ഇപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കല്യാണം കഴിച്ചു പോകുന്ന ആൾ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ഇവർക്ക് പിന്നെ ഒരു സർവൈവലാണ്. കാരണം ലൈഫിലേക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലേക്ക് തെറാപ്പി എടുക്കാൻ പറയുന്ന ക്ലയൻസിൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ദേ സേ ദാറ്റ് അവർ ഹസ്ബൻഡിൻ്റെ ഇംഗിതങ്ങൾ എന്താണോ അത് പറയുന്നത് മുഴുവനും സാറ്റിസ്ഫൈ ചെയ്താലേ അയാൾക്ക് സന്തോഷമാകൂ എന്ന രീതിയിൽ വയ്ക്കും. അപ്പോൾ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡിയാവും. കാരണം ടോട്ടലി ഡൗൺ ആണ്. അപ്പോൾ അയാളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സംതൃപ്തിയാക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് വരും. അവർ പറയുന്ന എന്ത് പണിയാണെങ്കിലും ചെയ്യും. വീട്ടിൽ നമ്മൾ അടിമകളല്ലേ, അടിമകൾ പണിയുന്ന പോലെയൊക്കെ ചെയ്യും ഈ പെൺകുട്ടികൾ. കാരണം അവർക്ക് എപ്പോഴും ഒരു ഫിയർ ഓഫ് അബാൻഡൻ, ഇയാൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തനിച്ചാകുമോ എന്നുള്ളൊരു ഫിയറും കൂടെ ജനറേറ്റഡ് ആകും. അപ്പോൾ ഫിയർ ഓഫ് ആങ്സൈറ്റി, ദേ ഹാവ് ദെയർ ഓൺ ഒരു സെൽഫായിട്ടൊരു ഫിയർ ജനറേറ്റ് ചെയ്യും. കിടന്നുറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും ചിലപ്പോൾ. കാരണം തുടർച്ചയായിട്ട് ഈ ചിന്തകൾ തന്നെ ഇങ്ങനെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കും. ഒന്നിനും ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് ഇവരുടെ മനസ്സ് തന്നെ മാറിപ്പോകും. പിന്നെ അടുത്ത കണ്ടീഷനിൽ ഇവർ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും. വിജിലൻ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് നോക്കുന്നുണ്ടോ, എവിടെ ചെന്നാലും ഏത് പബ്ലിക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സംബഡി ഈസ് ഒബ്സർവിങ് എസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയാണോ എന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലീഡ് ചെയ്യുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. അവർക്ക് ഒന്നിനോടൊരു ട്രസ്റ്റ് ഉണ്ടാവില്ല. ദേ ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. ഇപ്പോൾ വ്യക്തികളാണെങ്കിലും ഫാമിലി ലൈഫിലുള്ള ഹസ്ബൻഡ് ആണെങ്കിലും അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഇനി ഇയാളെ പറ്റിച്ചിട്ട് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ള ചിന്തയൊക്കെ ഈ പെൺകുട്ടികൾക്കുണ്ടാവും. അപ്പോൾ ആ അമ്മമാരുടെ അതേ ഒരു സ്റ്റേജിലേക്ക് അവർ തന്നെ പതുക്കെ മാറാനും തുടങ്ങാൻ സാധ്യതയുണ്ട്. കുറേ കഴിയുമ്പോഴേക്കും ഇതേ സെയിം ട്രേറ്റ്സ് തന്നെ ഈ കുഞ്ഞിനും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഹൈപ്പർ പെർഫെക്ഷനിസ്റ്റിക് നേച്ചറിലേക്കും വരാം. കാരണം അമ്മ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയും ഇതേ രീതിയിൽ തന്നെ ആ പെർഫെക്ഷനിസ്റ്റ് നേച്ചറിലേക്കും കൂടെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പെർഫെക്ഷനിസ്റ്റ് നേച്ചർ വരുമ്പോഴേക്കും അതൊരു OCD പോലെ വരാൻ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കണ്ടീഷൻ.
അപ്പോൾ ഇതാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അമ്മമാരിൽ നിന്നും മക്കൾക്ക് കിട്ടുന്ന സ്വഭാവ വൈകല്യങ്ങൾ. അപ്പോൾ അവർ ഒരു വളർന്നു വന്ന് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും ഇതേ കണ്ടീഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ കുറേ ടെക്നിക്സുകളുണ്ട്. അപ്പോൾ അടുത്ത നമ്മളൊരു വീഡിയോയിൽ ഐ വിൽ ടീച്ച് യു ഹൗ ടു മാനേജ് നാർസിസ്റ്റിക് മദർ ആൻഡ് ഹൗ ടു മാനേജ് നാർസിസ്റ്റിക് ആയിട്ടുള്ള മക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ടിൽ ദെൻ, thank you and please subscribe my channel to get more information. Thank you so much. Bye-bye.